നദികളിലും ഡാമുകളിലും അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ ശാസ്ത്രീയമായി സംഭരിച്ച് ശുദ്ധീകരിച്ച് ഗുണഭോക്താക്കൾക്ക് വിതരണം നടത്തുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് റെൻസ്ഫെഡ് ജില്ലാ കമ്മിറ്റി. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ അപാകതകൾ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും എല്ലാ പഞ്ചായത്തുകളിലും ബിൽഡിംഗ് ഇൻസ്പെക്ടർ തസ്തികയിലുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നും രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ റെൻസ്ഫെഡ് ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ അപാകതകളും അവ്യക്തതകളും പരിഹരിക്കുന്നതിനുള്ള റെൻസ്ഫെഡ് ഉൾപ്പെടെ സമർപ്പിച്ച ഭേദഗതി നിർദ്ദേശങ്ങളും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അദാലത്തിൽ പ്രഖ്യാപിച്ച ഇളവുകളും ഉടൻ നടപ്പിലാക്കണം. പിന്നെ കെട്ടിട നിർമ്മാണം പൂർത്തീകരണ അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് എല്ലാ പഞ്ചായത്തുകളിലും ബിൽഡിംഗ് ഇൻസ്പെക്ടർമാരും വേണം. അതായത് ഒരു നിർമ്മാണം നടക്കുകയാണെങ്കിൽ എല്ലാ പഞ്ചായത്തിലും, കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ബിൽഡിംഗ് റൂൾ ആക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ഒരു എഞ്ചിനീയർ വേണം, ഒരു ഓവർസിയർ വേണം. ഈ തസ്തിക ഉടൻ നടപ്പിലാക്കി അവിടെ ബിൽഡിംഗ് റൂൾ ആക്ട് ഉടൻ നടപ്പിലാക്കണമെന്നാണ് സംഘടനയുടെ ഒരു നിർദ്ദേശം. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് ഭാഗികമായി കുറച്ച് ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനമായ കെ-സ്മാർട്ട് നടപ്പിലാക്കുന്നതിൽ സർക്കാരിനെയും വകുപ്പ് മന്ത്രിയെയും അഭിനന്ദിച്ചു. ഡിസംബർ 27-ന് പാലക്കാട് നടക്കുന്ന ജില്ലാ സമ്മേളനം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് മുഖ്യാതിഥിയാവും. ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, കൺവീനർ യു പ്രഭാസ്, ആർ സുഭാഷ്, ശശികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.